എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിൽ സംഘർഷം വൈദികരും പോലീസും തമ്മിൽ. ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിരാഹാര സമരമിരുന്ന വൈദികരെ നീക്കം ചെയ്തു. വിവരങ്ങളുമായി അർച്ചന ചേരുന്നു എറണാകുളത്തു നിന്നും. അർച്ചന, എന്താണ് സംഭവം? ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ സംഘർഷം ഇപ്പോൾ തുടരുന്ന സ്ഥിതിയാണോ ഉള്ളത്? പ്രിയ, തീർച്ചയായും അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ഇപ്പോൾ വീണ്ടും തെരുവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലീസും ഇത്തരത്തിൽ വിശ്വാസികളും തമ്മിലുള്ള സംഘർഷമാണ്. അവർ രാവിലെ ഇത്തരത്തിൽ 21ഓളം വൈദികരെ, ഈ നിരാഹാര സമരം വരുന്ന വൈദികരെ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിശ്വാസികളും പോലീസും തമ്മിൽ ഇപ്പോൾ വാക്കേറ്റം ഉണ്ടാകുന്നത്. പ്രധാനമായും 3 ദിവസമായി ഇത്തരത്തിൽ ഈ കുരിയ നിയമനവുമായി ബന്ധപ്പെട്ട ഇവർ സമരം നടത്തുകയായിരുന്നു. അതിനിടെ ഈ സമരക്കാരെ പോലീസ് നീക്കം ചെയ്തു. ഇത് ബലം പ്രയോഗിച്ചാണ് നീക്കം ചെയ്തതെന്നാണ് പ്രധാനമായും ഈ വൈദികർ ആരോപിക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. രാവിലെ 21ഓളം അച്ഛന്മാരെ മാറ്റുകയും അവരെ ഈ ബസിലിക്കയുള്ളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് വിശ്വാസികൾ ഒന്നടങ്കം ഇവിടെ കൂട്ടത്തോടെ എത്തുകയും ഇത്തരത്തിൽ വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്യുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത്തരത്തിലേക്ക് തെരുവിലേക്ക് ഈ സംഘർഷങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ കുരിയയുമായി ബന്ധപ്പെട്ടാണ്. ഈ കുരിയയിലുള്ളവർ ക്രിമിനൽ കുറ്റങ്ങളിൽ അടക്കമുള്ളവരാണ്. അവരെ ഇതിൽ നിന്ന് മാറ്റണം. അവർക്ക് ചുക്കാൻ പിടിക്കുന്ന ബോസ്കോ പുത്തൂരിനെ അടക്കം ഇവിടെ നിന്ന് മാറ്റണം. അവർ രാജിവെച്ച് പോകണമെന്നടക്കം കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ 3 ദിവസമായി നിരാഹാരം സമരം ഉണ്ടാകുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ പോലീസ് അവരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. രാവിലെ വൈദികർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിശ്വാസികൾ പള്ളിക്ക് പുറത്തേക്ക് തമ്പടിച്ചെത്തുകയാണ്. ഇവർ പിന്നീട് പോലീസുമായി ഇപ്പോൾ വാക്കേറ്റം ഉണ്ടാവുകയാണ്. ഈ വൈദികരെ ആക്രമിച്ചെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. അവരെ വലിച്ചിഴച്ചെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അതുപോലെ അവരെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധക്കാർ കൂട്ടത്തോടെ എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമാണ്. എന്തായാലും അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം 2 വിഭാഗമായി ഇപ്പോഴും തുടരുകയാണ്. അതായത് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായി തുടരുകയാണ്. എന്തായാലും ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് ഇപ്പോഴും പിന്നോട്ട് പോകുന്ന ഒരു സമീപനമുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതിഷേധം അരങ്ങേറുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസും വിശ്വാസികളും തമ്മിലുള്ള വാക്കേറ്റമാണ് നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ ഈ 21ഓളം വൈദികർ ഈ ബസിലിക്കയ്ക്ക് അകത്ത് അതിൻ്റെ അങ്കണത്തിൽ തുടരുകയാണ്. അവരെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ 21 പേരെയാണ് പുലർച്ചെയോടെ പോലീസ് ഈ സമരപ്പന്തലിനും മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് രാവിലെയോടെ ഇപ്പോൾ കൂടുതൽ വിശ്വാസികൾ ഇവിടെ എത്തുകയും കാര്യങ്ങൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. തങ്ങൾ പിന്നോട്ട് പോകില്ല, വൈദികരെ ബലമായി മാറ്റിയ പോലീസിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പ്രതിഷേധ സാഹചര്യം ഉടലെടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നേരത്തെ എല്ലാം തന്നെ ഇത്തരത്തിൽ ബസിലിക്ക പള്ളിയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അത് കയ്യാങ്കളിയിലേക്കൊക്കെ പോയതാണ്. അതിനിടെ ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസുമായി വിശ്വാസികളുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പുലർച്ചയോടെ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും വിശ്വാസികൾ ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് ബസിലിക്കയിലേക്ക് തമ്പടിച്ചെത്തുന്നുണ്ട്. അതേസമയം 21 വൈദികരിൽ 4 പേർക്കെതിരെ നടപടിയെടുത്തതടക്കമുള്ള കാര്യങ്ങളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ ബോസ്കോ പുത്തൂരുമായി ബന്ധപ്പെട്ടും അതുപോലെ കൂരിയായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ അതാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസുമായി അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് പിന്നോട്ട്. അർച്ചന, ഇവിടെ ഇപ്പോൾ ഈ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയാണ്. പോലീസിനോട് വിമത വിഭാഗം ചില കാര്യങ്ങൾ പറഞ്ഞ് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈദികർക്ക് നേരെ ഇത്തരത്തിൽ പരാക്രമം കാട്ടുന്നു. ഈ ഒരു സ്ഥിതി രൂക്ഷമായി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ? വിമത വിഭാഗം കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കാൻ നീക്കം നടത്തുന്നുണ്ടോ?
തീർച്ചയായും പ്രിയ, കൂടുതൽ വിശ്വാസികൾ, അതായത് രാവിലെ വൈദികർ മാത്രമാണ് ഉണ്ടായിരുന്നത്, അവർക്കെതിരെയാണ് നടപടിയെടുത്തത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് തടിച്ചെത്തുകയാണ്. ഇപ്പോൾ പോലീസ് വിശ്വാസികളുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. കൃത്യമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പ്രധാനമായും അവർ പറയുന്നത് ഇത്തരത്തിൽ പുലർച്ചെ നിരാഹാര സമരം നടത്തിയ വൈദികരെ പോലീസ് ബലമായി പ്രയോഗിച്ച് മാറ്റിയെന്നാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാവിലെ കൂടുതൽ വിശ്വാസികൾ പള്ളിക്ക് പുറത്തെത്തി ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് അവരുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറാകുന്നില്ല. 21ഓളം വൈദികരാണ് കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്നത്. അവരെ ഇന്ന് പുലർച്ചെയോടെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. തുടർന്ന് അവരെ ബസിലിക്ക അങ്കണത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത് ബലം പ്രയോഗിച്ചാണ് എന്നാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്തായാലും ഇത് അങ്കമല അതിരൂപത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം വീണ്ടും ഉടലെടുക്കുന്ന രീതിയിലാണ് നമ്മളിത് കാണുന്നത്. അവർ സംസാരിക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിൽ സംഘർഷം നടക്കുകയാണ്. ദൃശ്യങ്ങൾ പോലീസിന് നേരെ വാഗ്വാദങ്ങൾ നടത്തുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വൈദികരും പോലീസും തമ്മിൽ ആദ്യം സംഘർഷമുണ്ടായിരുന്നു. വൈദികർ അകത്തുണ്ട്. പള്ളിക്ക് പുറത്താണ് ഇപ്പോൾ വിവിധ വിഭാഗം ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. അവർ സംഘർഷ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ അതിൽ നിന്നും മടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എതിർത്തുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് അവർ മുൻപോട്ട് വരുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ ഒരു പ്രശ്നം രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ പല രീതിയിൽ ചർച്ചകൾ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ സംഘർഷം മുൻപോട്ട് പോകുകയും രൂക്ഷമാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അർച്ചന, എന്താണ് ഇവർ പോലീസിനോട് പറയുന്നത്? അവരുടെ ഭാഗമായിട്ട് പോലീസ് അല്ലെങ്കിൽ പോലീസിനെ ധരിപ്പിക്കാൻ നോക്കുന്നത് എന്താണ്? അർച്ചന, കേൾക്കാമോ? പ്രിയ, തീർച്ചയായും പ്രധാനമായും പോലീസ് ACP ഇപ്പോൾ വിശ്വാസികളുമായി സംസാരിക്കുകയാണ്. എന്നാൽ അവർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അതായത് പോലീസിന് നേരെ ആക്രോശിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രധാനമായും പോലീസ് പറയുന്നത് ഇത്തരത്തിൽ നിരാഹാര സമരം തുടരുമ്പോൾ അത് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നതെന്നാണ്. എന്നാൽ ആരെയും ബലം പ്രയോഗിച്ച് മാറ്റിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രതിഷേധക്കാർ പറയുന്നു തങ്ങളുടെ പിതാക്കന്മാരെ ബലമായി പ്രയോഗിച്ചു, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുകൊണ്ടാണ് പ്രതിഷേധവുമായി എത്തിയതെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും ഈ പോലീസ് നീതി പാലിക്കുക നടക്കുന്ന കാര്യങ്ങൾ ആണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ACP അല്പസമയത്തിനുള്ള മാധ്യമങ്ങളെ കാണും, അതിലൊരു വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പുലർച്ചെ 5 മണിയോടെയാണ് ഇത്തരത്തിൽ നിരാഹാര സമരം നടത്തിയ വൈദികരെ ഇവിടെ നിന്നും മാറ്റിയത്. എന്നാൽ ഇത് ബലം പ്രയോഗിച്ചാണെന്നാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. തുടർന്നാണ് രാവിലെയോടെ നിരവധിയായ വിശ്വാസികൾ പള്ളിക്ക് പുറത്തേക്ക് എത്തുകയും ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് ACP അടക്കമുള്ള ആളുകളാണ് അവരെ അനുനയിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ അവർ പൂർണ്ണമായും ഇത്തരത്തിൽ പോലീസിനോട് ആക്രോശിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പോലീസാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഈ വൈദികരെ ആക്രമിച്ചതിനടക്കമുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാര്യങ്ങൾ നീക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്തായാലും അങ്കമാലി അതിരൂപത കുർബാനയുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഒരു പള്ളിമുറ്റം കൂടിയാണ്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടെ വീണ്ടും ഒരു ഈ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എന്തായാലും 21ഓളം വിശ്വാസികളാണ് ഇത്തരത്തിൽ 3 ദിവസമായി ഈ പ്രതിഷേധം നടത്തിയിരുന്നത്, നിരാഹാര സമരം നടത്തിയിരുന്നത്. അവർ ഇപ്പോഴും ഈ ബസിലിക്ക പള്ളി അങ്കണത്തിൽ തുടരുകയാണ്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ നമ്മളോട് പിതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത്തരത്തിൽ ശാന്തമായി നടത്തിയ ഒരു സമാധാനപരമായ നിരാഹാര സമരമായിരുന്നു. എന്നാൽ അത് പിന്നീട് ഇപ്പോൾ ACP സംസാരിക്കുമെന്നാണ്.
അയാൾ പറയണ്ട, നിങ്ങൾ അവിടെ ഉണ്ടായ കാര്യം പറയും. ഷൈനോ സാർ ACP സാറിന് ACP ജയകുമാർ സാറിന് നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സമാധാനം ആശംസിക്കാൻ നിങ്ങൾ കത്തോലിക്ക പുരോഹിതനല്ലല്ലോ. സമാധാനം ആശംസിക്കാൻ ACP ജയകുമാർ കത്തോലിക്ക പുരോഹിതനല്ല. നിങ്ങളൊരു ഹൈന്ദവനാണ്. നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ ആലയത്തിൽ കയറി ACP വിശ്വാസികളായി സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാവാത്ത രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് ഇവരൊന്നും പറയാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിശ്വാസി സമൂഹം പള്ളിക്ക് പുറത്തേക്ക് എത്തുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവർ ഇവിടത്തേക്ക് തടിച്ചുകൂടുന്നുണ്ട്. അത്തരത്തിൽ ഈ പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിശ്വാസികളെ ഇവർ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പ്രധാനമായും ഇവരുടെ ആവശ്യങ്ങൾ ഈ കൂരിയ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നിലവിൽ കൂരിയയിൽ ഇരിക്കുന്ന ആളുകൾ 4 പേർ ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ അടക്കമുള്ളവരാണ്. അവരെ ഇതിൽ നിന്ന് പുറത്താക്കണം. അവരെ പിന്തുണയ്ക്കുന്ന ഈ ബോസ്കോ പുത്തൂര് അദ്ദേഹവും ഇവിടെ നിന്ന് രാജിവെച്ചു പോകണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ 3 ദിവസമായി തുടരുന്ന നിരാഹാരവും ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അങ്കമാലി അതിരൂപത കുർബാനയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധിയായ വൈദികർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ അങ്കമാലി അതിരൂപതയിൽ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമം ലംഘിച്ച് ഈ വിശ്വാസി സമൂഹത്തെയും കൂട്ടി ഇവർ കുർബാന നടത്തിയെന്ന് ആരോപിച്ച് വൈദികർക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയും ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ ക്രിസ്മസ് ദിനത്തിലടക്കം പ്രതിഷേധം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ നിരാഹാര സമരം അടക്കം ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോഴാണ് ഈ പുലർച്ചയോടെ ഈ വൈദികരെ മാറ്റുന്നത് സംബന്ധിച്ച് സംഘർഷം ഉണ്ടാവുകയും സംസാരിക്കാൻ അവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഇത് വേണ്ടി സംസാരിച്ച് നോക്കാന്നുള്ള രീതിയിൽ അത് അവർ സമ്മതമാണല്ലോ. അതിനാണ് ഞാൻ വന്നത്. അവർ സംസാരിക്കാൻ സമയമുണ്ട്. ഇതൊക്കെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇല്ല അത് ഇവിടെ ഡ്യൂട്ടിക്ക് മറ്റേ സ്പെഷ്യൽ ബ്രാഞ്ച് AC സെൻട്രൽ AC എറണാകുളം AC ഒക്കെ ഉണ്ട്. അത് അവരിങ്ങോട്ട് മാറിയിക്കാൻ സഹകരിച്ചു. ഇല്ല അത് അവർക്കിത് ഒരു വാർത്തയാക്കണം, അത്രേ ഉള്ളൂ. സോറി, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. അവരോട് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്. ACP ഇപ്പോൾ വ്യക്തമാക്കിയത് അതാണ്. അതായത് സമാധാനപരമായി കാര്യങ്ങൾ സംസാരിക്കാനാണ് തങ്ങൾ വന്നത്. എന്നാൽ വിശ്വാസി സമൂഹം ഇത്തരത്തിൽ അത് കേൾക്കാൻ തയ്യാറാവാതെ തങ്ങൾക്ക് എതിരെ നീങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുമായി സംസാരിക്കാൻ കഴിയുന്നില്ല. ACP ഇപ്പോൾ അവരുമായി സംസാരിക്കാൻ കഴിയാതെ ഇവിടെ തന്നെ തുടരുകയാണ്. അവർ ഒട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആക്രോശിച്ചുകൊണ്ട് തന്നെ പോലീസിനോട് അടുക്കുകയാണ്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ബലപ്രയോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഈ വിശ്വാസികളുടെ ആരോപണം മാത്രമാണ്, വൈദികരുടെ ആരോപണം മാത്രമാണെന്നാണ് ഇപ്പോൾ ACP വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലേക്ക് എന്തായാലും വിശ്വാസികൾ സംബന്ധിച്ച് പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അവർ ഇതിന് പിന്നിൽ ശരി അർച്ചന, തുടരുക. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിന് മുൻപിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈദികരും പോലീസും തമ്മിലുണ്ടായ സംഘർഷമായിരുന്നു. അതിനുശേഷം വിമത വിഭാഗം രംഗത്തെത്തുന്നു. അവർ പോലീസിന് നേരെ തട്ടിക്കയറുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ സംഘർഷ സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് അവരോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ പോലീസിലേക്ക് തട്ടിക്കയറുകയും പോലീസിനോട് ആക്രോശിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഇത് ഏത് രീതിയിൽ പോകും? പോലീസ് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപരമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അവർ തുടരുകയാണ്. അവിടെ ACP ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇതിൻ്റെ വിവരങ്ങളാണ് അർച്ചന നൽകിക്കൊണ്ടിരിക്കുന്നത്.